ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന വളരെ ടഫായിട്ടുള്ളൊരു സംഭവമാണെന്ന് തെളിയിച്ചു തന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞു പോയത്. ഒരു ദിവസം കൊണ്ട് തന്നെ 8 ലക്ഷം കോടി രൂപയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൈപ്പ് ഔട്ട് ചെയ്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. സുഹൃത്തുക്കളെ, ഞാൻ വീഡിയോ ചെയ്യുന്ന സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടും മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുമാണ് ഞാൻ എൻ്റെ പല പിക്കുകളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പല സ്റ്റോക്കുകളുമായിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഒരു സ്റ്റോക്കിൽ 5% കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യാതിരിക്കുക. ഇൻ കേസ് നിങ്ങളൊരു പൊസിഷണൽ ട്രേഡ് ആ സ്റ്റോക്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 10% വരെ ആകാം. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോയിൽ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്സൻസ് ഫാർമ. അപ്പോൾ മാർക്സൻസ് ഫാർമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 150 മുതൽ 158 വരെ ഉള്ള റേഞ്ചിൽ നമുക്ക് ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ചെയ്ത പിറ്റേ ദിവസം തന്നെ 150ന്റെ സ്റ്റോക്ക് പ്രൈസ് കണ്ടു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 150, 152 റേഞ്ചിൽ ഒരു വ്യക്തി അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 50% ക്വാണ്ടിറ്റി വാങ്ങിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് നെക്സ്റ്റ് ബൈയിങ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 140 മുതൽ 143 വരെയാണ്. ഇത് ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് 146 ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 140 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 50% നമ്മൾ അതിൽ ആഡ് ചെയ്യും. അപ്പോൾ ആ 50% ആഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്പോൾ ടോട്ടൽ 100% പർച്ചേസ് ആയി. മാർക്കറ്റ് അതിനുശേഷം ഈ സ്റ്റോക്ക് മുകളിൽ പോയി ഒരു 165ന്റെ റേഞ്ചിൽ എത്തുമ്പോൾ ഞാൻ ഈ 50% ക്വാണ്ടിറ്റി വിൽക്കും. അതാണ് ഞാൻ സാധാരണ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബാക്കി 50% മാത്രമാണ് ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യുള്ളൂ. അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തായി, 152 വാങ്ങിച്ച സ്റ്റോക്ക് ആ ലെവലിലുണ്ട്. 140 വാങ്ങിച്ചത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 165 പോവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 25 രൂപ പ്രോഫിറ്റ് കിട്ടി. ആ 25 രൂപ നമ്മളുടെ 152 നിന്ന് മൈനസ് ചെയ്ത് നമ്മൾ എത്രയായി? ആവറേജ് ബൈയിങ് പ്രൈസ് 128 കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 50% 152 വാങ്ങിച്ചു, ബാക്കി 50% 140 വാങ്ങിച്ചു. 140 വാങ്ങിച്ചത് സ്റ്റോക്കിൽ പിന്നീട് മുകളിൽ പോകുമ്പോൾ 165 അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ആ പ്രോഫിറ്റ് നമ്മൾ 152 വാങ്ങിച്ച സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വില എത്രയായി? 152 25 രൂപ കുറച്ചു കഴിഞ്ഞാൽ 127 രൂപയായി. അപ്പൊ നമുക്ക് 165 സ്റ്റോക്ക് നിൽക്കും. നല്ലൊരു കുഷൻ ഉണ്ട്. കുറച്ച് കറക്ഷൻ ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോധറാവേണ്ട കാര്യം ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ആ ഫണ്ട് നമുക്ക് വേറെ സ്റ്റോക്കിന്റെ ഐഡിയാസ് കിട്ടുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ മെത്തേഡാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കമ്പനി ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. എന്താണ് അവരുടെ മെയിൻ പ്രോഡക്റ്റ്? AAC ബ്ലോക്സ്. എന്താണ് AAC ബ്ലോക്സ്? ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്സ്. അപ്പൊ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഇഷ്ടികയ്ക്ക് പകരം അല്ലെങ്കിൽ നമ്മുടെ സിമെന്റ് കോൺക്രീറ്റ് ബ്ലോക്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് AAC ബ്ലോക്സ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താ? കമ്പയർ ഇഷ്ടിക അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് ബ്ലോക്സ് ഒക്കെ ആവുമ്പോൾ അതിനേക്കാൾ ഇത് നല്ലതാണോ? അതോ ഇതാണോ നല്ലത്? കോൺക്രീറ്റ് ബ്ലോക്സ് ആണോ നല്ലത്? അപ്പൊ ഇതിന് കമ്പനി അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ മാധ്യമത്തിലത്തെ ഒക്കെ പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ വായിച്ചപ്പോൾ കിട്ടിയ അറിവ് വെച്ചിട്ട് ഇത് ഈ പ്രോഡക്റ്റിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇത് മെയിനായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്ട്രോങ്ങർ ആണ്, പിന്നെ ഇത് ഫയർ റെസിസ്റ്റന്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, അങ്ങനെ കുറച്ച് പിന്നെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അങ്ങനെയൊക്കെ ചില ഇത് മറ്റേ നമ്മുടെ കൺവെൻഷണൽ കോൺക്രീറ്റ് ബ്ലോക്കിനെ അപേക്ഷിച്ച് കുറച്ച് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കമ്പനി ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള, സൂറത്ത് ബേസ്ഡ് ആയിട്ടുള്ള 2015 സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ഈ AAC ബ്ലോക്സ് കമ്പനി. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിന്റെ കമ്പനി. അവർക്ക് 3 മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. 2 ഗുജറാത്തിലും 1 മഹാരാഷ്ട്രയിലും ഉണ്ട്. ഈ കമ്പനി
ഒരു 100-ലധികം റെപ്യൂട്ടഡ് ക്ലയൻസ് ഉള്ള കമ്പനിയാണ്. ആ റെപ്യൂട്ടഡ് ക്ലയൻസ് വരുന്നത് SDI ഉണ്ട്, ലോധ ഡെവലപ്പേഴ്സ് ഉണ്ട്, LNT ഉണ്ട്, മഹീന്ദ്ര ലൈഫ് സ്പേസ് ഉണ്ട്, ഷപ്പൂർജി പാലൻജി ഉണ്ട്. അങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾക്കാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. ഇവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡാണ് നെക്സ്റ്റ് ബ്ലോക്ക്. ഈ കമ്പനി AAC ഇൻഡസ്ട്രിയിൽ കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ്. AAC ഇൻഡസ്ട്രിയിൽ കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് നമ്മുടെ ഈ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ 3 ഇയേഴ്സ് CAGR റിട്ടേൺ 19% ആണ്. അതുകൂടാതെ 3 ഇയർ എബിറ്റ CAGR 69% ഈ കമ്പനി നൽകിയിട്ടുള്ളത്. CE 31%, ROE 39%. AAC ബ്ലോക്സിനെ കൂടാതെ ഈ കമ്പനി ഫ്യൂച്ചറിൽ ALC പാനൽ, ടൈൽ അഡ്ഹസീവ്, ജിപ്സം പ്ലാസ്റ്റർ, കൺസ്ട്രക്ഷൻ കെമിക്കൽ എന്നീ മേഖലകളിലും വരാനുള്ള പ്ലാൻ ഉണ്ട്. ഈ കമ്പനിയുടെ പേരാണ് ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. നിൽക്കൂ, പോകാൻ വരട്ടെ. കാരണം ഈ കമ്പനിയുടെ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കണോ വേണ്ടയോ, വാങ്ങിക്കണമെങ്കിൽ ഏത് ലെവലിൽ വാങ്ങിക്കണം, എത്ര % ഈ ലെവലിൽ വാങ്ങിക്കാം, എത്ര % കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം വാങ്ങിക്കാം, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടതിന് ശേഷം പോയാൽ മതി. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് 2 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1235 കോടി രൂപയാണ്. അതിന്റെ കറന്റ് PE റേഷ്യോ 44.7 ബുക്ക് വാല്യൂ 12.4 ആണ്. EPS ലാസ്റ്റ് ഇയർ കൊടുത്തത് 4.28 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 72.3% ആണ്. ബാക്കി പബ്ലിക്കിന്റെ അടുത്ത് 27.7% ഉള്ളത്. FIAസിനും DIAസിനും ഇപ്പോൾ ഈ കമ്പനിയിൽ ഹോൾഡിംഗ് ഒന്നും ഇല്ല. ഈ കമ്പനിയുടെ ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരുടെ റവന്യൂ ഉയർന്നിട്ട് 61.49 കോടിയായിട്ടുണ്ട്. അപ്പൊ ഈ റവന്യൂ ഉയർന്നത് ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 8.62 കോടിയായിട്ടുണ്ട്. അതും ഇയർ ഓൺ ഇയറും ക്വാർട്ടറും വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനിയുടെ ബാക്കി എന്തൊക്കെയാണ് സ്ട്രെങ്ത്, എന്തൊക്കെ കാരണത്താലാണ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പോൾ മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സെയിൽസ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റും സ്റ്റഡി ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ROCE ആൻഡ് ROE വളരെ സ്റ്റഡി ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രൊമോട്ടർ പ്ലെഡ്ജസ് ഒന്നുമില്ല. 72% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഒന്നും ഒരു ഷെയറും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. പിന്നെ ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്ട്രോങ് ക്ലയന്റ് ബേസ് ഉണ്ട്. 100-ലധികം ക്ലയൻസ് ഉണ്ട്. അതിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള. പിന്നെ ഒരു 1500-ലധികം പുതിയ ക്ലയന്റ് പ്രൊജക്ടുകൾ അവർ പൈപ്പ് ലൈനിലുണ്ട്. അപ്പൊ അത്രയ്ക്കും നല്ല ഫ്യൂച്ചറുള്ള കമ്പനി, ചെറിയൊരു കമ്പനിയാണ്, പക്ഷെ ഫ്യൂച്ചറുള്ള കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്തെന്ന് ഈ കമ്പനിയുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിൽ FIAസും DIAസും ഹോൾഡിംഗ് ഒന്നും ഇപ്പൊ ഇല്ല. പക്ഷെ ഇതൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴെങ്കിലും FIAസും DIAസും ഈ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്ത് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അപ് മൂവ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ഹൈ PE ആണ് ഇപ്പോൾ 45% ആണ്. 45 PE ആണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സെക്ടർ PE 24 പ്രൈസ് ഏർണിംഗ് റേഷ്യോ. അപ്പൊ അത് വളരെ കൂടുതലാണ്. അത് PE ഈ കറണ്ട് സ്റ്റേറ്റിൽ കുറെ കൂടുതലാണ്. അപ്പോൾ ഏർണിങ്സ് ഒക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഈ PE റീസണബിൾ ആയിട്ട് താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഒരു നെഗറ്റീവ് ഡെപ്റ്റ് ഉണ്ട്. 1.16 ടൈംസ് ആണ് അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉള്ളത്. അപ്പോൾ ഞാനൊരു ഹയർ റിസ്ക് ഇൻവെസ്റ്റർ ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം റിസ്ക് എടുക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ റിട്ടേൺ കിട്ടുള്ളൂ. ഹൈ റിസ്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ഉണ്ട്, റിട്ടേണും ഹൈ ആയിരിക്കും. അപ്പൊ ഞാൻ മാർക്കറ്റ് ഇത്ര കറക്ഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഞാൻ ഇതിൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഈ പ്രൈസിൽ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ എന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ 25% ക്വാണ്ടിറ്റി ഇപ്പോൾ കറന്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 174 അപ്പൊ 25% 167-നും 175-നും ഇടയ്ക്ക് 25% ക്വാണ്ടിറ്റി വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വെയിറ്റ് ചെയ്തതിനു ശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 150-നും 156-നും ഇടയ്ക്ക് ബാക്കി 75% ക്വാണ്ടിറ്റിയും കൂടിയിട്ട് വാങ്ങിച്ചിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കരുതരുത്. എന്റെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാനായിട്ട് അനലൈസ് ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനും പഠിക്കാനും വേണ്ടി മാത്രം വിനിയോഗിക്കുക.
ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.